ഫെസ്റ്റിവൽ അലവൻസും വേതന വർധനവും ആവശ്യപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. AITUCയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ബഡ്ജറ്റിൽ പാർലമെന്റ് പാസാക്കി അംഗീകരിച്ചു കൊടുത്ത തുകയിൽ 90,000 രൂപ കുറവ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. 90,000 കോടി രൂപ 90,000 കോടി രൂപ കുറവ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചതിന് പിന്നാലെ ഈ പദ്ധതിയെ അതെങ്ങനെ മെച്ചപ്പെട്ട് നടത്താം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയല്ല, അതിൽ പണിയെടുക്കുന്ന തൊഴിലെടുക്കുന്ന ആളുകളുടെ വരുമാനം കുറയ്ക്കാനുള്ള കാര്യവും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വൻകിട കുത്തക കമ്പനികൾക്ക് സൗജന്യങ്ങൾ വാരിക്കോരി നൽകുമ്പോൾ പാവപ്പെട്ട ജനസമൂഹത്തെ അവഗണിക്കുകയാണെന്ന് കാനം പറഞ്ഞു. ഒന്നാം UPA സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ തൊഴിലുറപ്പ് പദ്ധതി രണ്ടാം UPA സർക്കാർ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതോടെ ഗ്രാമീണ സമ്പദ്ഘടനയിൽ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ചു. ആയതിനാൽ തൊഴിലാളികൾക്ക് മിനിമം കൂലി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. MN സ്മാരകത്തിൽ നിന്നാണ് പ്രകടനം ആരംഭിച്ചത്. നൂറുകണക്കിന് തൊഴിലാളികൾ പ്രതിഷേധ സമരത്തിൽ അണിചേർന്നു. നേതാക്കളായ R. രാമചന്ദ്രൻ, N. അനിരുദ്ധൻ, XMLA പങ്കജാശൻ, KS. ഇന്ദുശേഖരൻ നായർ, മുളവന രാജേന്ദ്രൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.